രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോവാബ് എന്ന മ്ലേച്ഛതയുടെ നഗരത്തിലേക്ക് അനുഗ്രഹം തേടിപ്പോകുന്ന ഒരു കുടുംബത്തിൻ്റെ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 10 വർഷത്തിന് ശേഷം നഷ്ടങ്ങളുടെ നീണ്ട പട്ടികയുമായി തിരിച്ച് പോയ എണ്ണത്തിൽ കുറവ് സംഭവിച്ച് കേവലം ഒരമ്മായിമ്മയും മരുമോളും കൂടെ ആമേൻ തിരിച്ചെവിടേക്ക് വരികയാണ്? ബേത്ലഹേമിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അങ്ങനൊരു ചിന്ത എൻ്റെ തലയിൽ കൂടെ പെട്ടെന്ന് ഈ ഭാഗം ഇന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സ്തോത്രം. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് മനുഷ്യനെ ദൈവം എവിടെ സൃഷ്ടിച്ചത്? ഏതെങ്കിലും ഒരു സാധനം ഇവർക്ക് കാശ് കൊടുത്ത് മേടിക്കണ്ടായിരുന്നു. എല്ലാം ഫ്രീയാ. ടാക്സ് അടയ്ക്കണ്ട. നമ്മുടെയൊക്കെ സാലറി സ്ലിപ്പ് നോക്കുമ്പോൾ ടാക്സൊക്കെ കട്ട് ചെയ്തിട്ട് അത് കയ്യിലോട്ട് കയറുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? വെള്ളം വരും. സ്തോത്രം. എന്നാൽ ചിന്തിച്ചു നോക്കിക്കേ, ഏതെങ്കിലും തോട്ടത്തിൽ നിങ്ങൾ തോട്ടത്തിലെ വേല ചെയ്തു. സ്തോത്രം. കർത്താവ് ഒരു റെസ്ട്രിക്ഷനും വെക്കാതെ, ദൈവം ഒരു റെസ്ട്രിക്ഷനും വെക്കാതെ ആകപ്പാടെ വെച്ചത് ഇത്രയേ ഉള്ളൂ. തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കും. സ്തോത്രം. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബേത്ലഹേം വിട്ടുപോകുവാൻ ഇവർക്ക് ബേത്ലഹേം വിട്ടുപോകാൻ വേണമെങ്കിൽ യെരുശലേമിലേക്ക് പോകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല സ്ഥലത്തേക്ക് പോകാം. എന്നാൽ ഇവർ പോയതും ഇവർ തിരഞ്ഞെടുത്തതും എങ്ങനെയൊരു സ്ഥലമായിരുന്നു? ആ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ യാത്രയുടെ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ മോവാബിലേക്ക് പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഒരു കാരണവശാലും നിത്യത കൈവശപ്പെടുത്തുകയില്ല. സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയെന്ന് പറയുന്നത് ഒറ്റ കാര്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടിയാണ്. നിത്യജീവൻ അല്ലാതെ മറ്റ് സ്തോത്രം അനുഗ്രഹങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഭൗതിക അനുഗ്രഹങ്ങൾ. ഭൗതിക അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് പണമായാലും ജോലിയായാലും വീടായാലും കാറായാലും ആമേൻ തലമുറയായാലും എന്തായാലും അത് എന്തുകൊണ്ട് അവസാനിക്കും? അത് മരണം കൊണ്ട് അവസാനിക്കുന്ന ആമേൻ അനുഗ്രഹമാണ്. എന്നാൽ ആമേൻ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏതനുഗ്രഹത്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ലഭിച്ച മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്തോത്രം. അങ്ങനെ ലഭിച്ച നമ്മൾ ഏതിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഏതിനാ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. സ്തോത്രം. ആത്മീക അനുഗ്രഹത്തിന് വേണ്ടിയാണോ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയാണോ നമ്മുടെ ജീവിത യാത്രയിലെ സമയം നാം ചിലവഴിക്കുന്നത് എന്നൊരു ചോദ്യം ആമേൻ എന്നോടും നിങ്ങളോടും ഓരോ ദിവസവും ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനും എന്നെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തി ആമേൻ ആത്മഹത്യ ചെയ്തത് നമുക്കെല്ലാം ആമേൻ അറിയുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ലഭിച്ച ആമേൻ ഭൗതികത മുഴുവൻ ആ മരണത്തോടുകൂടി എന്ത് ചെയ്തു? അതിനോട് ബൈ ബൈ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഭൗതികത എന്ന് പറയുന്നത് അതിൻ്റെ പുറകെ പോകുവാനല്ല, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ ആമേൻ, അതോടുകൂടെ ആമേൻ അതെല്ലാം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചുള്ള ആമേൻ ആ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക്, ആ നിത്യതയിലേക്ക് ഈ രൂത്തിന്റെ പുസ്തകത്തിൽ തന്നെ 1-2 പദങ്ങൾ എന്നെ ചിന്തിപ്പിച്ച പദങ്ങളാണ്.
ഒന്ന് ഭാഗ്യവശാൽ എന്നുള്ള പദം. സ്തോത്രം. ഭാഗ്യവശാൽ അവൾ എവിടെ വന്നു? ബോവസിൻ്റെ വയലിൽ വന്നു. സ്തോത്രം. മലയാളത്തിൽ മാത്രം കണ്ട ഒരു പദമാണ് ഞാനത്. വേറെ ആരില്ല? ഏതെങ്കിലും വേർഷൻ നിങ്ങൾ പോയി തപ്പി നോക്കിയായിരുന്നു? സ്തോത്രം. ഭാഗ്യവശാൽ അവൾ എവിടെ എത്തി? അവൾ ബോവസിൻ്റെ വയലിലെത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും അമ്മായിമ്മ ആമേൻ ഇവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ഞാനൊരു വിശ്രാമ സ്ഥലം ഒരുക്കട്ടെ. സ്തോത്രം. നിനക്കിന് വേണ്ടി ഞാനൊരു വിശ്രാമ സ്ഥലം ഒരുക്കട്ടെ. ഹല്ലേലൂയ. ആ പദം എന്നെ ഒത്തിരി ആമേൻ ചിന്തിപ്പിച്ച ചിന്തിപ്പിച്ച ആമേൻ ഒരു ചിന്തയാ. സ്തോത്രം. നമ്മുടെയൊക്കെ വിശ്രാമ സ്ഥലം എവിടെയാ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശ വാസിയാണല്ലോ, അക്കരെയാണേ എൻ്റെ ശാശ്വത നാടേ, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. സ്തോത്രം. 4 അധ്യായങ്ങളുള്ള പുസ്തകം. 4 അധ്യായങ്ങൾ. 4 അധ്യായങ്ങളിൽ പ്രധാനമായും 4 ചിന്തകളുണ്ട്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ ആമേൻ ആമേൻ പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ വേണ്ടാത്ത ഇടത്ത് പോയിട്ട് തിരിച്ച് ചാർച്ചക്കാരുടെ അടുത്തേക്ക് മടങ്ങി വരുന്നതാണ് 1-ാമത്തെ ആമേൻ ചിന്തയുടെ ആമേൻ 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. പോകാൻ ഒരിടമുണ്ടെങ്കിൽ അതെവിടെയാണ്? അത് ആമേൻ ആ ഒരു ചാർച്ചക്കാരൻ്റെ അടുക്കലാണ്. ആ ചാർച്ചക്കാരന് പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ചാർച്ചക്കാരൻ വീണ്ടെടുക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. സ്തോത്രം. റെഡീം ചെയ്യുവാനുള്ള യോഗ്യത ആ ചാർച്ചക്കാരനുണ്ടായിരിക്കണം. കിങ്സ്മാന് റെഡീം ചെയ്യുവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സ്തോത്രം. വെറുതെ അവർ തിരിച്ചു ആമേൻ ഈ ബെത്ലഹേമിൽ വന്നിട്ട് കാര്യമില്ല. സ്തോത്രം. നാം നിൽക്കുന്ന ഇടത്ത്, നാം ആരാധിക്കുന്ന ഇടത്ത്, സ്തോത്രം, നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ദൈവത്തെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. പക്ഷെ ദാനിയേൽ അങ്ങനല്ല പറഞ്ഞത്. ദാനിയേൽ പറഞ്ഞത് എന്താ അറിയാമോ? വിടുവിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ ദാനിയേലിന് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു, വിടുവിക്കുവാൻ ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം. മൊർദെഖായിക്ക് ഈ ഉറപ്പുണ്ടായിരുന്നു. മൊർദെഖായി എസ്തേറിനോട് പറയുകയാണ്, യഹൂദന്മാർക്ക് ഉദ്ധാരണവും രക്ഷയും മറ്റൊരിടത്തു നിന്നുണ്ടാകും, നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ. സ്തോത്രം. അപ്പം വിടുവിക്കുവാൻ കഴിയുന്നവൻ ഒരേ ഒരുവനെന്ന് വ്യക്തമായി അറിയാവുന്ന ഭക്തന്മാരായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടതും ഈ ഒരു ഉറപ്പ് തന്നെയാണ്. വിടുവിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിപ്പാനും എന്നെ വിടുവിപ്പാനും എന്നെ ആശ്വസിപ്പാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും ക്വാളിറ്റിയുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മറ്റുള്ളവർക്കൊക്കെ എന്തുണ്ട്? പരിമിതികളുണ്ട്. മറ്റുള്ളവർക്ക് ഒത്തിരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് പരിമിതിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ആമേൻ 2-ാമത്തെ യോഗ്യത എന്നാണെന്നറിയാമോ? 1-ാമത്തെ ആമേൻ ഈ 1-ാമത്തെ അധ്യായം പറയുന്നത് ആമേൻ ചാർച്ചക്കാരൻ അങ്ങനെയുള്ളവനാ. ഇനി 2-ാമത്തെ യോഗ്യത എന്നാണെന്നറിയാമോ? 2-ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് പണം കൊടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. വീണ്ടെടുപ്പ് നടക്കുമ്പം അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒരു ക്രയവിക്രയം നടക്കുന്നുണ്ട്. ആ ക്രയവിക്രയം നടക്കുമ്പോഴത്തേക്കിന് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി പേ ചെയ്യുവാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. സ്തോത്രം. അതാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുവൻ പരമയാഗമായി തീർന്നു. ആ പരമയാഗം പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? യോഗ്യൻ കർത്താവ് മാത്രമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പാടുന്ന യോഗ്യൻ നീ യേശുവേ, ചേർന്ന് പാടിക്കേ. സ്തുതികൾ ഓ യോഗ്യൻ നീ, വീണ്ടും
വീണ്ടെടുപ്പുകാരൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്നാണെന്നറിയാമോ? ആ വീണ്ടെടുപ്പുകാരൻ പാപമില്ലാത്തവനായിരിക്കണം. സ്തോത്രം. മനുഷ്യകുലം മുഴുവൻ എന്തിൻ്റെ കീഴിലായി? ഒരു മനുഷ്യനുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് റോമാലേഖനം വിളിച്ചു പറയുമ്പോൾ, ആമേൻ, സ്തോത്രം, ആമേൻ, കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് എന്തായിത്തീർന്നു? മനുഷ്യ സാദൃശ്യത്തിലായി. ഇത് വിശ്വസിക്കുവാൻ ഇന്നും പലർക്കും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വാതുക്കൽ ഇന്നലെ മിനിഞ്ഞാന്ന് ജെഹോവ വിറ്റ്നസിലെ 2 സഹോദരിമാർ വന്നു. ഒരു കുഞ്ഞു സഹോദരിയും ഒരു മൂത്ത സഹോദരിയും. സ്തോത്രം. എന്നോട് ആദ്യം പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാനാണ് വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ജെഹോവ വിറ്റ്നസ് ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ചോദ്യം അങ്ങോട്ടാണ് ചോദിച്ചത്, യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ വന്ന ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾ ദൈവമെന്ന് അംഗീകരിക്കുന്നുവോ? ഉടനെ ഒന്ന് പുറകോട്ട് വലിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നോ നോ നോ, ഹീസ് സൺ ഓഫ് ഗോഡ്. ഇത് ചൊവ്വാഴ്ച സംഭവിച്ചത്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം യൂണിവേഴ്സിറ്റി ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു ഇസ്ലാമിക സഹോദരനുമായിട്ട് നിന്ന് തർക്കിച്ചിട്ട് അതിൻ്റെ ആ ചൂരിൽ നിൽക്കുക ഞാൻ. സ്തോത്രം. അവനും പറഞ്ഞ എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ ഖുർആനിലും ആരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിൽ എഴുതിയിരിക്കുന്ന യേശു അല്ല, ഞങ്ങളുടെ ബൈബിളിലെ യേശു. സ്തോത്രം. അപ്പോൾ അവൻ സമ്മതിക്കത്തില്ല. ബൈബിൾ തന്നെ അവൻ എന്താ പറയുന്നത്, മാറ്റിയതാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിന് ഈ ബൈബിളിലുള്ള യേശുവാണ്. അപ്പോൾ ആ വിരോധാഭാസം നിങ്ങൾ ചിന്തിച്ചേ. ബൈബിൾ അവന് ശരിയാണെന്ന് സമ്മതിക്കത്തില്ല, പക്ഷെ ബൈബിളിലുള്ള യേശു തന്നെയാണ് ഖുർആനിലുള്ള യേശു. അപ്പോൾ അവനും യേശു ദൈവമാണെന്ന് വിശ്വസിക്കത്തില്ല. അപ്പം ഈ ഹോവാസാക്ഷിക്കാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചു, അവൻ വിശ്വസിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും ഒന്നാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അപ്പോഴത്തേനും പറഞ്ഞു, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല സംസാരിക്കാൻ, പോയിട്ട് പിന്നെ വരാം. ഞാൻ പറഞ്ഞു, വരണേ. സ്തോത്രം. ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. കാരണം ഇവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പോയി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ യേശു ആരാണ്? അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഹീസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ. എവിടെയും തുറന്നു പറഞ്ഞോണോ അത്? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കാത്ത ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വമാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ആമേൻ ഈ യുദ്ധക്കെടുതിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ യേശുവിൻ്റെ ദൈവത്വ പ്രശ്നം. സ്തോത്രം. യഹൂദനാണ് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നെങ്കിലും ആമേൻ പ്രശ്നം എവിടെ കിടക്കുന്നറിയാമോ? ഇത് കറങ്ങിത്തിരിഞ്ഞ് നമ്മിലേക്ക് വരും. കറങ്ങിത്തിരിഞ്ഞ് യേശു കർത്താവിനെ ആമേൻ ഫോളോ ചെയ്യുന്നവരിലേക്ക് വരും. ഒരു സംശയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ഈ വ്യക്തി പാപമില്ലാത്തവനായിരുന്നു. ആമേൻ. രണ്ടാമത്തെ പ്രത്യേകത, രൂത്തിന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹീസ് ഏബിൾ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ആമേൻ പാപമില്ലാത്തവനായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആമേൻ ലോകത്താർക്കും 3-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, 2-ാമത്തെ ക്വാളിറ്റി എന്തോ? 3-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മനസ്സുണ്ടായിരിക്കണം. ക്വാളിറ്റി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കഴിവുണ്ട്, പണമുണ്ട്, കഴിവുണ്ട്, മനസ്സില്ലെങ്കിലോ? സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ആമേൻ. ആ കോടതി മുറിയിലേക്ക് കർത്താവ് കയറി വരികയാണ്. പൗലോസ് ലോകത്തുള്ള സകല ആൾക്കാരെയും കൂടെ കൊണ്ടുപോയി ദൈവ കോടതിയുടെ മുൻപാകെ കൊണ്ട് നിർത്തിയിട്ട് അവിടുത്തെ ഫൈനൽ വെർഡിക്റ്റ് ഇങ്ങനെയായിരുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഒരുത്തനുമില്ല, എല്ലാവരും എന്ത് ചെയ്തു? ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. സ്തോത്രം. ആരുമില്ല എന്നുള്ള ഈ സ്ഥാനത്ത് ആമേൻ കർത്താവ് കയറി വരികയാണ്. പുത്രൻ തമ്പുരാൻ കയറി വരികയാണ്. പുത്രൻ തമ്പുരാൻ പറയുകയാണ്,
ഐ ആം വില്ലിങ് ടു റെഡീം യു. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ വീണ്ടെടുക്കാം. സ്തോത്രം. എങ്ങനെ വീണ്ടെടുക്കാം? രക്തം കൊണ്ട്. സ്തോത്രം. പാട്ടുകാരൻ പറയുന്നു, രക്തം കൊണ്ട് വീണ്ടെടുത്ത ശുദ്ധിമാന്മാരെല്ലാം പാട്ടോടും ആർപ്പോടും വരും സിയോനിൽ. ഓ രക്തം കൊണ്ടു ശുദ്ധിമാന്മാരെല്ലാം പാട്ടോടും ആർപ്പോടും വരും സിയോനിൽ. യാത്ര വേദിയിലേൽപ്പിൽ നീ കാണുമോ യേശുരാജൻ? ഓ നാട്ടുപ്രാക്കൾ സംഘമെല്ലാം വിരുന്നുശാല തന്നിൽ ആനന്ദമല്ലോ. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുപ്പുകാരൻ ഹൃദയം കൊണ്ട് തയ്യാറായി പിതാവിനോട് പറയുകയാണ്, പിതാവേ സ്തോത്രം, ഞാൻ പോകാം, ഞാൻ റെഡിയാണ്. ഇതാണ് റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അവസാനിപ്പിച്ചത് എന്തുവാ? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമായിരുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണത്തിന്, ആ വാക്യം ഒന്ന് വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ആ ആ ആ സ്തോത്രം. ദൈവം തൻ്റെ പുത്രനെ, പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. വേറൊരു റെഡീമർ അവിടെ വന്നു, പക്ഷെ ആ റെഡീമർക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നില്ല. 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആമേൻ, ചാർച്ചക്കാർ 2 പേരുണ്ട് അല്ലേ? വേറൊരു ചാർച്ചക്കാരൻ വന്നു. ആ ചാർച്ചക്കാരൻ രൂത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്കിന്, എങ്ങാനും രൂത്തിനകത്ത് മക്കളുണ്ടായി പോയി കഴിഞ്ഞാൽ ആ മക്കൾ ആരുടെ പേരിൽ അറിയപ്പെടും എന്നറിയാമോ? മഹളോന്റെ പേരിൽ അറിയപ്പെടും. അത് കേട്ടപ്പോഴത്തേക്കിന് എൻ്റെ മക്കള് ആരുടെ പേരിൽ, അപ്പനായിട്ട് ആരുടെ പേരിൽ അറിയപ്പെടണം? എൻ്റെ പേരിൽ അറിയപ്പെടണം. സ്തോത്രം. പക്ഷേ ഇവിടെ ഈ പുള്ളി വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആമേൻ ആരുടെ പേരിൽ അറിയപ്പെടും? അവൻ്റെ പേരിൽ അറിയപ്പെടും. അതുകൊണ്ട് പുള്ളി പയ്യെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു, സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. സ്റ്റെപ്പ് ബാക്ക് ചെയ്തപ്പോഴത്തേക്കിന് ആമേൻ ഹല്ലേലൂയ, ബോസ് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുക്കാം. ബോസ് അവിടെ ആദ്യമേ പറയുന്നുണ്ട്, അവൻ വീണ്ടെടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണ്ടെടുക്കും. സ്തോത്രം. 3-ാം അധ്യായത്തിലാണത് പറയുന്നത്. അവൻ വീണ്ടെടുക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണ്ടെടുക്കും. സ്തോത്രം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാനായിട്ട് പുത്രനെ പാപജഡത്തിലും അയച്ചു. സ്തോത്രം. അയച്ചു. ആമേൻ. ഇനി ഇതെങ്ങനെയാണ് നടത്തുന്നതൊക്കെ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തൊരു ചെരുപ്പിൻ്റെ പ്രമാണമൊക്കെ ഉണ്ട്. നമുക്ക് പുറകെ ചിന്തിക്കാം. 4-ാം അധ്യായത്തിൻ്റെ ചിന്ത എന്നാണെന്നറിയാമോ? സ്തോത്രം. 1-ാം അധ്യായം പറഞ്ഞേ. 1-ാം അധ്യായം എന്തുവാണ്? ചാർച്ചക്കാരനായിരിക്കണം. 2 ഏബിൾ ടു പേ അല്ലേ? 3 വില്ലിങ് ടു പേ. 4-ാമത്തെ ചിന്ത എന്നാണെന്നറിയാമോ? സ്തോത്രം. ഇത് ചെയ്യുമ്പം പബ്ലിക്ലി ചെയ്യണം. രഹസ്യമായിട്ട് ചെയ്താൽ പോരാ. എങ്ങനെ ചെയ്യണം? 4-ന്റെ 1 വായിച്ചേ. എവിടാ പോയത്? ഏതെങ്കിലും കാട്ടിനകത്ത് കയറിയല്ല ഇത് ചെയ്യുന്നത്. ഇവൻ എവിടെ ചെന്നു? പട്ടണവാതിക്കൽ ചെന്നു. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു പാട്ട് പാടിയാൽ മതി. പാളയത്തിനപ്പൂറത്ത് കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിൻ്റെ. നമ്മുടെ കർത്താവ് രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ ക്രൂശിക്കപ്പെട്ടത്? പരസ്യമായിട്ട്. എവിടെ? പാളയത്തിന് പുറത്ത്. അവൻ പരസ്യകോലമായി എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പാളയത്തിന് പുറത്ത് വീണ്ടെടുപ്പുകാരൻ നമ്മെ അവൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുവാൻ അവൻ പരസ്യ കാഴ്ചയായി തീർന്നു. പാളയത്തിന് പുറത്താണ് അത് സംഭവിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ഇത് എങ്ങനെ ചെയ്യണം? ഇത് പബ്ലിക്കലി ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് രഹസ്യമായി നടന്ന പല പാപങ്ങൾക്കും പബ്ലിക്കലി അവൻ എന്ത് ചെയ്യുകയാണ്?
ആമേൻ നമ്മെ അവൻ വീണ്ടെടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ മോവാബിൽ നിന്ന് തിരിച്ചു വരുന്ന രൂത്ത്, ആമേൻ രൂത്തിനെ ബോവസ് പട്ടണവാതിക്കൽ വെച്ച് മൂപ്പന്മാരുടെ നടുവിൽ, അല്ലേ 10 മൂപ്പന്മാരുണ്ടെന്നാണ് എഴുതിയേക്കുന്നത്, മൂപ്പന്മാരുടെ നടുവിൽ വെച്ച് ആമേൻ രൂത്തിനെ എന്ത് ചെയ്യുകയാണ്? അവൻ വീണ്ടെടുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 അധ്യായത്തിലെ പ്രധാനപ്പെട്ട 4 ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയും 3-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. 3-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ആ ആ ആ 3 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 1 ചാപ്റ്റർ 3 വേഴ്സ് 3 വായിച്ച മോനെ, ഇംഗ്ലീഷ് വായിച്ചേ. വാഷ് യുവർ സെൽഫ്, anoint yourself, put on your best garments. അല്ലേ? 1 wash yourself, anoint yourself, put the best garments. 3നും ഭയങ്കര ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളാ. 1 നിന്നെ തന്നെ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക. സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർക്കും വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കിലേക്ക് ആദ്യമേ തന്നെ വരുമ്പോഴത്തേക്കിന് കർത്താവേ ഞാനൊരു പാപിയാണേ എന്ന് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഞാനൊരു പാപിയാണേ എന്ന് വിളിച്ചു പറയാതെ വീണ്ടെടുപ്പുകാരനെ കാണുവാൻ സാധിക്കയില്ല. സ്തോത്രം. ഇത് നമ്മൾ ചെന്നിട്ട് ഒരു സ്ട്രേഞ്ചറോട് പറയുമ്പോഴത്തേക്കിന്, നമ്മുടെ പിള്ളേർ, ഈ യൂണിവേഴ്സിറ്റിയിലുള്ള പിള്ളേരോട് പറയുകയാണ് നീ ഒരു പാപിയാണ് എന്ന് അവനോട് പറയുമ്പോഴത്തേക്കിന് വാട്ട് വാട്ട് ഐ എം എ സിന്നർ. സ്തോത്രം. സത്യമായിരിക്കും. അവനെന്ത് ചെയ്തില്ല, അവൻ എന്ത് ചെയ്തിട്ടില്ല, അവൻ നിഷ്കളങ്കനായിരിക്കും. അവൻ ഒരു പാപവും ചെയ്ത് കാണത്തില്ല അവൻ്റെ ജീവിതകാലത്ത്. പക്ഷെ ഏത് പാപം കിടപ്പുണ്ട്? അദാമ്യ പാപം കിടപ്പുണ്ട്. ഏകൻ്റെ ലംഘനത്താൽ പാപം ഈ ഭൂമി എന്ത് ചെയ്തു? വാണു. സ്തോത്രം. ഇത് ഏറ്റുപറയാതെ, ഇതിനോട് ഇത് മനസ്സിലാകാതെ എന്ത് വരത്തില്ല? രക്ഷ വരത്തില്ല. സ്തോത്രം. ഇനിയും ചില ആൾക്കാർ കുറച്ച് പാപമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കള്ളം പറയുന്നത് പാപമാണ്. സ്തോത്രം. പരദൂഷണം പറയുന്നത് പാപമാണ്. പിന്നെ അങ്ങോട്ട് പോടാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് പാപമാണ്. അങ്ങനെയും പാപത്തിൻ്റെ പട്ടികയിൽ ചില ആൾക്കാർ ചിലരെ പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പം അതും പാപമാണ്. ഈ വലിയ പാപം ചെയ്തവരുമുണ്ട്. അപ്പം ഏതൊരു പാപിക്കും അതെത്ര കടുംചുവപ്പും ആയിക്കോട്ടെ, വിശുദ്ധ വേദോസം അങ്ങനെ പറയുന്നത് അല്ലേ? നിന്റെ പാപം എത്ര കടുംചുവപ്പ്, രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അതിനെ എന്തായി തീർക്കും? അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് രാത്രിയിൽ ആമേൻ അതിന് കഴിവുള്ളവൻ്റെ ഒരു അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആമേൻ. രൂത്തിനോട് നവോമി പറയുകയാണ്, മോളെ രൂത്തെ, നീ റെഡീമറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ട എന്നറിയാമോ? നീ സാങ്ക്ടിഫൈ ചെയ്യണം. നീ ഒരു ഹോളി പേഴ്സൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നീ ഒരു വിശുദ്ധ മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിലും നാം കർത്താവെന്ന് പറയുന്നത് ഒരു വിശുദ്ധ മനുഷ്യനാണ്. സ്തോത്രം. ഒരു വിശുദ്ധ ദൈവമാ. വിശുദ്ധിയിൽ ആമേൻ ആമേൻ ഭയങ്കരനാവൻ. സ്തോത്രം. യോഹന്നാൻ കാണുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അഗ്നിജാലയ്ക്കത്ത് കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശനായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. സ്തോത്രം. ആ കർത്താവിനെ യെശയ്യാവ് കാണുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? അവൻ ദൂതന്മാർ ആരാധിക്കുക, സാറാഫുകൾ ആരാധിക്കുക. അവരുടെ വായിൽ നിന്ന് നിരന്തരമായി ഉയരുന്ന വാക്കുകളാ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് സാറാഫുകളാൽ ആക്കപ്പെടുന്ന ദൈവത്തിന്റെ പുത്രനെ യെശയ്യാവ് കാണുമ്പോൾ അവൻ യെശയ്യാവ് പറയാൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. ഈ കർത്താവിനെ കാണേണ്ട രീതിയിൽ കണ്ടാൽ, സ്തോത്രം, സത്യത്തിൽ പിന്നെ പേഴ്സണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും മാറ്റിവെക്കും. 5-ാം അധ്യായം വരെ പേഴ്സണൽ ബെനിഫിറ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ച യെശയ്യാവ് ആമേൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന, ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ. ഉസിയ രാജാവ് ആമേൻ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ ആമേൻ സ്തോത്രം ആദ്യം സംഭവിക്കുന്നതാ, ആദ്യം അയ്യോ
എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യം വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. സ്തോത്രം. പത്രോസിനെ ആദ്യം കർത്താവ് കാണുമ്പോഴും ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് സംഭവിച്ചത്. സ്തോത്രം. പത്രോസിനെ കർത്താവ് ആദ്യം കാണുമ്പം പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉറക്കെ പറച്ച വല കഴുകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കാരണം അന്നത്തെ അധ്വാനത്തിന് ഒരു പൂഞ്ഞാനെ പോലും എന്ത് ചെയ്തില്ല. എന്തോ പൂഞ്ഞാൻ എന്നറിയാമോ? നമ്മുടെ ഈ കണ്ടത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ മീനാണ് പൂഞ്ഞാൻ എന്ന് പറയുന്നത്. അതിനെ കറി വെക്കാനൊന്നും കൊള്ളത്തില്ല. അതിനെ ഈ ഇരയാക്കി പിന്നെ എന്ത് ചെയ്യും? ചൂണ്ടയിൽ ഇരയാക്കി പിന്നെ വലിയ മീൻ പിടിക്കും. അങ്ങനത്തെ ഒരു സാധനമായി പൂഞ്ഞാൻ എന്ന് പറയും. സ്തോത്രം. കിട്ടിയില്ല. ഹല്ലേലൂയ. കർത്താവ് ആദ്യം ഇവൻ്റെ ഉള്ളിലെ ആഗ്രഹത്തിന് എന്ത് ചെയ്യുകയാണ്? ഒരു ശമനം വരുത്തുക. പടകിൻ്റെ വലതുവശത്ത് എന്ത് ചെയ്യണം? വല വീശാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, പക്ഷെ നിൻ്റെ വാക്കിനെന്ത് ചെയ്യാം? വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വലയിറക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് കയറുക. സത്യത്തിൽ കച്ചവടക്കണ്ണുള്ള പത്രോസ് ആയിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ഈ മീനുമായിട്ട് ചന്തയിൽ പോകുന്ന ദർശനം കണ്ടോണ്ടല്ലേ അവിടെ നിൽക്കേണ്ടത്. സ്വന്തം പടകിൽ മീൻ കയറി കൂടെ ഉള്ളവരെയും കൂടെ വിളിച്ച് അവരുടെ പടയും കൂടെ നിറച്ചു. പത്രോസിന്റെ സ്വപ്നം, ഡ്രീം എന്ത് ചെയ്യണം? പക്ഷെ എന്താ സംഭവിച്ചത്? ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? കടലിൽ ചാടി. സംഭവിച്ചതല്ലേ? സ്തോത്രം. അയ്യോ ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആമേൻ. തോർത്തുമുണ്ട് കൊടുത്തുകൊണ്ട് സ്തോത്രം ചാടി. അപ്പം ഒരുവനെ ആമേൻ കർത്താവിനെ കാണേണ്ട രീതിയിൽ ഒരുവൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വന്ന, പക്ഷേ കർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇവള് കയ്യിലുള്ള തൊട്ടിയെടുത്ത് എന്ത് ചെയ്തു? ഈ തൊട്ടിയും കൊണ്ടാണോ പിന്നെ പോയത്? അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ പറയാ, മെസ്സി പാസ്റ്റ് എത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് പ്രസംഗിച്ച? അവൾ പറയും, ഞാൻ കണ്ടു. പാത്രമൊക്കെ മറന്നുപോയി അവള്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ കർത്താവിനെ കാണാനായിട്ട് പറ്റിയാൽ, സ്തോത്രം, ഇങ്ങനെ കർത്താവിനെ കാണാൻ പറ്റിയാൽ നമ്മുടെ ലെവൽ മാറും കേട്ടോ. ഈ കർത്താവ് ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. എന്നുവെച്ചാൽ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭൗതിക ആവശ്യങ്ങളെ, എൻ്റെ സ്തോത്രം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഏദൻ തോട്ടത്തിൽ ഇവരെ ആക്കിയപ്പം എങ്ങനെയായിരുന്നെന്ന്, കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. പിന്നെ നമ്മൾ ഈ ഭൗതിക ആവശ്യങ്ങളൊന്നും കർത്താവിനോട് പറയാൻ തോന്നത്തില്ല നമുക്ക്. സ്തോത്രം. പറഞ്ഞു തീരാത്ത നാന നിമിത്തം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട്, ആമേൻ, കർത്താവേ ഞാൻ കണ്ട കർത്താവിനെ വേറെ അവിടെ കാണാൻ വേണ്ടി എൻ്റെ കണ്ണം തുറക്കണേ, അവരുടെ കണ്ണം തുറക്കണേ. സ്തോത്രം. ഇതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഞാൻ പേഴ്സണലി ടേസ്റ്റ് ചെയ്ത കർത്താവിനെ, സ്തോത്രം, ഞാൻ പേഴ്സണലി ടേസ്റ്റ് ചെയ്ത കർത്താവിനെ, ആ ഒരു ടേസ്റ്റ് മറ്റുള്ളവരോട് അറിയണം. ഹല്ലേലൂയ. മറ്റുള്ളവരോടൊന്ന് അറിയണം. അപ്പോൾ ആ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്, അതാ പ്രശ്നം. ഞാൻ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ. ആ ടേസ്റ്റ് കിട്ടേണ്ട രീതി കിട്ടിയിട്ടില്ല. സ്തോത്രം. യെശയ്യാ പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ അത് പൗലോസാണ് പറയുന്നത് അല്ലേ? അത് പൗലോസല്ലേ പറയുന്നേ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് കുളിച്ചിട്ടേ എന്ത് ചെയ്യാവുള്ളൂ. കുളി എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് വിശുദ്ധീകരണത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാവുള്ളൂ. സ്തോത്രം. സാങ്ക്ടിഫൈഡ് ഹാർട്ടുമായിട്ടേ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാവുള്ളൂ. നവോമി രൂത്തിൻ്റെ അടുത്ത് പറയുന്നത് അവിടെ ആത്മീക അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നതാ നമുക്ക് ഏറ്റവും നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും രണ്ടാമത് അനോയിൻറ്റിങ് അല്ലേ? എന്ത് ചെയ്യുക? എണ്ണ, നീ കുളിച്ച് തൈലം പൂശുക. തൈലം പൂശുന്നത് എന്തിനെ കാണിക്കുക? അഭിഷേകത്തെ കാണിക്കുക. അഭിഷേകത്തിൽ
ആരുടെ സാന്നിധ്യമുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. യെശയ്യാപ്രവചനം പറയുന്നു, അഭിഷേകം സകല നുഖത്തെയും എന്ത് ചെയ്യും? തകർത്ത് കളയും. സ്തോത്രം. പുഷ്ടി നിമിത്തം നുഖം തകർന്നു എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന് അനോയിൻറ്റിങ് എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലേ? മലയാളത്തിൽ ആ വാക്ക് പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകുന്നതാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ അനോയിൻറ്റിങ് വിൽ ബ്രേക്ക് ദ യോക്ക് എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ, നീ കുളിച്ചാൽ മാത്രം പോരാ, വിശുദ്ധനായിട്ട് പോരാ, നിൻ്റെ മേലെന്ത് വേണം? നിൻ്റെ മേലൊരു അഭിഷേകം വേണം. സ്തോത്രം. അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു സഭയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അനോയിൻറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു സഭയെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ചത്തേ ചതഞ്ഞ എന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല അഭിഷേകം എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക എന്നല്ല അതിനർത്ഥം കേട്ടോ. ഈ ചത്തേ ചതഞ്ഞ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറേ ബഹളം വെച്ച് അതുമല്ല. ആമേൻ. സ്തോത്രം. ഈ അഭിഷേകം എന്ന് പറയുന്നത് എന്തുവാ? അനോയിൻറ്റിങ് എന്ന് പറയുന്നത് എന്തുവാ? സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നടക്കത്തില്ല. ആത്മാവിൻ്റെ മുദ്രയുണ്ട്, ആത്മാവിൻ്റെ നിറവുണ്ട്, ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, ആത്മാവിൻ്റെ സ്നാനമുണ്ട്. പരിശുദ്ധാത്മ സ്നാനമുണ്ട്, പരിശുദ്ധാത്മ നിറവുണ്ട്, പരിശുദ്ധാത്മ മുദ്രയുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്. 4 ഓഫീസസ്. നിങ്ങൾ ചോദിക്കും 4 ഉള്ളോ? നോ. പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി 4ആയിട്ട് തിരിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ തിരിച്ചതാ, വേറെ ആരും തിരിച്ചതല്ല. സ്തോത്രം. 4 കൂടുതലുണ്ട്. പക്ഷേ ഇത് 4 ഒന്നല്ല. നിറവല്ല അഭിഷേകം, അഭിഷേകമല്ല മുദ്ര, സീല്, മുദ്രയല്ല. സ്തോത്രം. സ്നാനമെന്ന് പറയുന്നത് 4ലും വാക്യങ്ങളുണ്ട്, 4ലും തെളിവുകളുണ്ട്. സ്തോത്രം. പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അഭിഷേകം ഇല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് എവിടെ ചെല്ലുക? വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കലേക്ക് ചെല്ലുക. വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒന്നാമത് വേണ്ടത് ആമേൻ വാഷ് യുവർ സെൽഫ്. രണ്ടാമത് വേണ്ടത് ആമേൻ തൈലം പൂശണം. സ്തോത്രം. ഇനിയും മൂന്നാമത്തെ ആമേൻ ചിന്തയാണ് വസ്ത്രം ധരിക്കുക, അല്ലേ? അവിടെ എഴുതിയേക്കുന്ന വായിച്ചേ. വസ്ത്രം ധരിച്ച്. സ്തോത്രം. വസ്ത്രം എന്നത് എന്തിനെ കാണിക്കുന്നറിയാമോ? റൈച്ചസ്നെസ്സിനെ കാണിക്കുന്നു, നീതിയെ കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോട് എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മനുഷ്യനെ എന്ത് ചെയ്തു? നാം ധരിച്ചിരിക്കുകയാണ്. സ്തോത്രം. പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുവെങ്കിൽ നമ്മളെ ആമേൻ ഒരാൾ കാണുമ്പോൾ നമ്മൾ പഴയ വസ്ത്രത്തിലല്ല നിൽക്കുന്നത്. പഴയ വസ്ത്രത്തിൻ്റെ പ്രത്യേകത കറയുള്ള വസ്ത്രമാണ്, വാട്ടമുള്ള വസ്ത്രമാണ്, ചുളുക്കമുള്ള വസ്ത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആരാലും നന്മ പറയുവാൻ ഒന്നുമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇതൊന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ ആമേൻ ഒരു മണവാട്ടിയാക്കി കർത്താവ് നമ്മെ തീർത്തെങ്കിൽ അത് നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല, അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ആമേൻ. റോമലേഖനം 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പം രൂത്തിനോട് നവമി പറയുന്ന മൂന്നാമത്തെ ചിന്ത എന്തുവാ? സ്തോത്രം. നീ നീതീകരണം മറന്നു പോകല്ല. സ്തോത്രം. റൈച്ചസ്നെസ് എന്ത് ചെയ്ത്? ഓൾവേസ് വിയർ ദ ഗാർമെന്റ് ഓഫ് റൈച്ചസ്നെസ്. പറയുന്ന ഓൾവേസ് വിയർ ദ ഗാർമെന്റ് ഓഫ് റൈച്ചസ്നെസ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഈ വസ്ത്രം ധരിക്കുവാൻ പറയുന്ന ആ ഒരു കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ വെള്ള ഉടുപ്പ് എന്ത് ചെയ്യും? ധരിപ്പിക്കും. വെള്ള ഉടുപ്പ് എന്ത് ചെയ്യും? ധരിപ്പിക്കും. ഒന്ന് വായിച്ചേ. റെവലേഷൻ ചാപ്റ്റർ 4:4. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം.
അപ്പോൾ ടോട്ടൽ എത്ര സിംഹാസനമുണ്ട്? 25. മെയിൻ സിംഹാസനം ആരുടെയാ? കർത്താവിൻ്റെ അല്ലേ? സിംഹാസനത്തിനായ കർത്താവും ആ സിംഹാസനത്തിന് ചുറ്റുമുള്ള 24 വായിച്ചോ. 24 ആരിയ്ക്കുന്നു? എൽഡേഴ്സ് ഇരിക്കുന്നു അല്ലേ? മൂപ്പന്മാരിയ്ക്കുന്നു. 24, അതായത് കർത്താവിൻ്റെ സിംഹാസനമുണ്ട്. കർത്താവിൻ്റെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. ആ 24 സിംഹാസനത്തിൽ മൂപ്പന്മാരിയ്ക്കുന്നു. ഈ മൂപ്പന്മാർ എന്ത് ധരിച്ചിരിക്കുന്നു? വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ വെള്ളയുടുപ്പ് എന്തിനെ കാണിക്കുന്നു? വെള്ളയുടുപ്പ്, സ്തോത്രം. വായിച്ചേ റെവലേഷൻ 3:5 വായിച്ചേ. റെവലേഷൻ 3:5. അത് പറയാം. മൂപ്പന്മാർ ആരാന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതാരോടാ പറയുന്നേ? ഹാൻസിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഒന്നാമത്തെ ക്ലൂ ഇവർ വായിച്ചു മോനെ ഒന്നൂടെ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. വെള്ളയുടുപ്പ്. ഇതാരോടുള്ള ദൂതാ? ഇതാരോടുള്ളത്? ഏത് സർദീസ് സഭയോടുള്ള ദൂതാ? ആരുള്ള ദൂതാ? ഈ സർദീസ് സഭയിൽ കുറച്ച് പേർക്ക് കർത്താവ് നീതിയുടെ വസ്ത്രം കൊടുക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. വെള്ളയുടുപ്പ് ആരാ ധരിക്കുന്നേ? ജയിച്ചവർ. ഈ സംശയമുണ്ടോ? വായിച്ചേ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ ആമേൻ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. കണ്ടോ ശ്രദ്ധിച്ച് കേട്ടെ. ഒന്നുകൂടെ വായിച്ചേ, ഉറക്കെ വായിച്ചേ. വേഴ്സും കൂടെ പറഞ്ഞേരെ. 7-ാമത്തെ വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ. അപ്പൊ കാന്ത ആരാ? സഭയാ, നമ്മളാ. മനസ്സിലായേ? മൂപ്പന്മാരാരാ? സ്തോത്രം. ദൂതന്മാരല്ല കേട്ടോ. ദൂതന്മാരാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ദൂതന്മാരല്ല. സ്തോത്രം. ഇനി ഇവർ ധരിച്ചിരിക്കുന്ന വേറെ 1-2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ടോപ്പിക്ക് വിട്ടുപോയി. ആ ചോദ്യം വന്നതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഇനിയും ഇവരിയ്ക്കുന്നത് എന്തിലാ? സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. 3:21 വായിച്ചേ. 3:21 റെവലേഷൻ 3:21. ജയിക്കുന്നവന് കണ്ടോ ഇത് ആരോട് പറയുന്നതാ? ഇത് സഭയോട് പറയും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ. ഈസി. പൊരുളഴിയുന്നില്ലേ? കെട്ടഴിയുന്നില്ലേ? ആരാന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ക്ലൂ ഉടുപ്പ് ധരിച്ചവരാരാന്ന് പറഞ്ഞു. 2 സിംഹാസനത്തിൽ ഇരിക്കുന്നവരാരാണെന്ന് പറഞ്ഞു. ഇല്ലേ? സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. സ്തോത്രം. ഇവർ വേലക്കാരോ ദൂതന്മാരോ ഒന്നുമല്ല. അവർ രാജ്യം ഭരിക്കുന്നവരാ. നമ്മളാരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഇനി അവർക്ക് വേറൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് 4:4. എന്താണെന്നറിയാമോ? തലയിൽ എന്തുണ്ട്? പൊൻകിരീടമുണ്ട്. സ്തോത്രം. ഈ വാക്കിന് സ്റ്റെഫാനോസ് എന്നാണ് പറയുന്നത്. സ്തെഫാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? കിരീടം. ഗ്രീക്കിൽ ഈ വാക്കിന് കിരീടം എന്ന വാക്കിന് സ്റ്റെഫാനോസ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ദൂതന്മാർക്ക് കിരീടം വെച്ചതായിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷേ പൗലോസ് ഒത്തിരി കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഒത്തിരി കിരീടങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഈ കിരീടമൊക്കെ ആർക്ക് കൊടുക്കുന്നതാ? വിശുദ്ധന്മാർക്ക് കൊടുക്കുന്നതാ. ഈ നീതിയുടെ വസ്ത്രം ധരിച്ചവർക്ക് കൊടുക്കുന്നതാണ് ഈ കിരീടം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി ഇവർ അതിനകത്ത് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ പുതിയ നിയമസഭയ്ക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് ഇല്ല,
പാട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. സ്തോത്രം. ഓവറാവല്ലേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോക്കും പിന്നെ ലൂസിഫർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ആണോ? അല്ലല്ലല്ല. സ്തോത്രം. അത് ആ രീതിയിൽ അങ്ങ് പോവും, റോക്കും പോപ്പും അല്ലേ. സ്തോത്രം. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും വീണ മീട്ടിക്കൊണ്ടിരിക്കുക. ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവർ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുക. സ്കോപ്പുണ്ടോ? ഉണ്ടോ? പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാടുന്നവർക്ക് സ്വർഗത്തിൽ ചെന്നാലും പാടാൻ അവസരമുണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം. ഇവിടുത്തെ പാട്ട് കൊണ്ട് അവസാനിക്കത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും എന്തുണ്ട്? പാട്ടുണ്ട്. ആമേൻ. അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വായിച്ചേ. നാലിൻ്റെ ഇട്ട് വായിച്ചു. അതല്ല നാല് വെളിപ്പാട് 4. അവിടെ വീണ വീട്ടിൽ പാടുന്ന കാര്യം പറയുന്നില്ലേ? വായിച്ചോ. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 5:10 വായിച്ചു. 5:10. സോറി, 5:10. വായിച്ചു. മലയാളത്തിൽ വായിച്ചേ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവൻ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? പാട്ടുണ്ട്. സ്തോത്രം. ഇതാര് പാടും? നമ്മൾ പാടും. ഹല്ലേലൂയ. അപ്പം ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? ഈ ഗാർമെൻറ്റ്സ് വന്നപ്പോഴാണ് ഇത്രയും സംഭവങ്ങൾ കയറി വന്നത്. ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞു, ചോദിച്ചോ. വെള്ള വസ്ത്രം ധരിക്കും സർദീസിനോട്. എന്നിട്ട് വേറെ അടുത്ത് പറയുന്നത് സിംഹാസനത്തിലിരിക്കെ വരം നൽകും. 7 സഭകളുണ്ട്. എഫസോസ്, സ്മിർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ 7 സഭകളോടും പറയുന്നുണ്ട്, നിങ്ങളിൽ ജയിക്കുന്നവരുണ്ടാകും. നിങ്ങളിൽ എന്തുണ്ടാവും? അങ്ങനല്ല, 7 സഭകളിലുമുള്ള ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളിൽ എന്തുണ്ടാവും? ജയിക്കുന്നവരുണ്ടാകും. ജയിക്കുന്നവരുണ്ടെങ്കിൽ അതിനർത്ഥം എന്തുവാ? തൂക്കുന്നവർ. പക്ഷെ ജയിക്കുന്നവർക്ക് എവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ? സ്തോത്രം. ഈ 24 എന്ന് പറയുന്നത് അല്ലല്ല 24 കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാളിപ്പോവും. അതുകൊണ്ട് 12 എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. പാസ്റ്ററെ, ആ വ്യാഖ്യാനത്തിലേക്ക് പോകണമെന്ന് 24 ഇപ്പോൾ തൽക്കാലം പോകണ്ട. നമ്മളാണെന്നങ്ങ് ചിന്തിച്ചാൽ മതി. നമ്മൾ എവിടെ ഇരിക്കും? നമ്മൾ സിംഹാസനത്തിലിരിക്കും. ഇരിപ്പാൻ എന്ത് ചെയ്യും? വരം നൽകിയ സഭയോട് പറയുന്നതാ. വെള്ളയോട് പാർക്കാ, സഭയ്ക്കാ. നമ്മുടെ ഇന്ന് രാവിലെ ആരോടാ പറഞ്ഞു പേര് മാറ്റുമെന്ന് പറഞ്ഞേ? എപ്പോഴോ ഞാൻ ഹാൻസലിനോട് ആരോടോ പറഞ്ഞു പേര് മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു പേര് മാറ്റും. സ്തോത്രം. ഇവിടെയുള്ള പുള്ളിയുടെ മറ്റേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കളഞ്ഞുപോയി. സ്തോത്രം. അപ്പോൾ അതിൽ ഹാൻജോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടം. എന്തോ സങ്കടം? ആ നമ്പർ പ്ലേറ്റ് എങ്ങനെ കിട്ടും എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിവിടം കൊണ്ട് തീരും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഹാൻജോ അല്ല, അവിടെ ചെല്ലുമ്പം പുതിയ പേര് തരും. ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് തരും. സ്തോത്രം. പുതിയ പേര് തരും. ആമേൻ. അബ്രഹാമിന് എന്താ പേര് കൊടുത്തേ? അബ്രാമിന് എന്താ കൊടുത്തേ? അബ്രഹാം ആക്കിയില്ലേ? സാറായിയെ എന്താക്കി? സാറ ആക്കി. ആമേൻ. യാക്കോബിന് എന്ത് കൊടുത്തു? ഇവിടെ വെച്ച് തന്നെ ഭക്തന്മാർക്ക് പേരൊക്കെ മാറ്റി ഇല്ലേ? അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് ചെയ്യും? ഫിന്നി എന്നുള്ള പേരൊന്നും അല്ല അവിടെ നിങ്ങൾ വിളിക്കാൻ പോകുന്നത്, വേറെ പേരാണ്. സ്തോത്രം. ഹല്ലേലൂയ.
ഇതിൻ്റെയൊക്കെ ചെറിയൊരു അംശമേ നമുക്കിവിടെ വെളിപ്പാടായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നടക്കാൻ പോകുന്ന ആ ഒരു കാര്യം, അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോവുകയാണ്. എവിടെ കൊണ്ടാണ് നമ്മൾ രൂത്തിൻ്റെ പുസ്തകം അവസാനിപ്പിച്ചെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഇനി അത് ക്യാച്ചപ്പ് ചെയ്യണം, ഇച്ചിരി പാടാം. അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു സർക്കസ് കൂടാരം നിങ്ങളൊന്ന് ചിന്തിച്ചേ. സർക്കസിൻ്റെ പേരൊക്കെ പറഞ്ഞേ, നാട്ടിലുള്ള സർക്കസിൻ്റെ പേര്. ജംബോയാ ഓടി വരുന്നത്. സ്തോത്രം. ജംബോ സർക്കസാണ് ഓടി വരുന്നത്. ഈ ജംബോ സർക്കസിനകത്ത് ഇപ്പം മൃഗങ്ങളില്ല കേട്ടോ. പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു? മിക്കവാറും മൃഗങ്ങളുണ്ടായിരുന്നു. ആന മാത്രമല്ല ചാ, ഒരുമാതിരിപ്പെട്ട മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സർക്കസ് കാണാനായിട്ട് പോവുക. നമ്മൾ സർക്കസ് കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് സ്തോത്രം, നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് അല്ലേ? ആനയുണ്ട്, മുയലുണ്ട്, ആമേൻ, മാനുണ്ട്, ജിറാഫുണ്ട്. സ്തോത്രം. എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്. പക്ഷേ ഈ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും നമ്മൾ ഈ ഗേറ്റിൻ്റെ, ഈ സർക്കസ് കൂടാരത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ടിക്കറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ടിക്കറ്റ് കിട്ടി. 20 രൂപ കൊടുക്കുമ്പോഴോ 30 രൂപ കൊടുക്കുമ്പോഴോ നമുക്ക് എന്ത് കിട്ടി? ടിക്കറ്റ് കിട്ടി. ഈ ടിക്കറ്റ് കയ്യിലിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? അതിനകത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അല്ലേ? അതിനകത്തെ കാഴ്ചകളാണ്. എന്തൊക്കെയാ. പക്ഷെ ടിക്കറ്റ് കിട്ടിയതേ ഉള്ളൂ, ടിക്കറ്റ് കിട്ടിയതേ ഉള്ളൂ നമുക്ക് എന്ന് പറയുന്നത് പോലെ സ്തോത്രം, അംശമായി അറിയുന്നു എന്ന് പറയുന്ന പോലെ ഈ രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രമൊക്കെ നമ്മൾ ഉടുത്തോണ്ട്, ആമേൻ, നമ്മളിന്ന് കേട്ടതുപോലെ അഭിഷേകമൊക്കെ പ്രാപിച്ചുകൊണ്ട്, ആമേൻ, വിശുദ്ധീകരണത്തിലൊക്കെ നടന്നുകൊണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരംശമായിട്ടേ നമ്മളിത് ആയിട്ടുള്ളൂ. ഒരംശം. പക്ഷേ ആമേൻ, ഇതൊരു ടിക്കറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്, ഒരു ചെറിയ ടിക്കറ്റ്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? സ്തോത്രം. യോഹന്നാൻ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോഴേ തകർന്നു വീണു. പൗലോസ് ഒരു ചെറിയ ഭാഗം കണ്ടപ്പോഴേ ഇങ്ങി പോന്നു. ദാനിയേൽ ഒരു ചെറിയ ഭാഗം കണ്ടു. മോശ ഒരു ചെറിയ ഭാഗം കണ്ടു. സ്തോത്രം. പത്രോസ് പറഞ്ഞു, ഞാൻ മഹിമ കണ്ട സാക്ഷിയാന്ന് പറഞ്ഞു. സ്തോത്രം. ഇവരൊക്കെ ചെറിയ ചെറിയ കാര്യം, പക്ഷേ ഇവരൊന്നും ഇതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്തില്ല. കാരണം എന്നാണെന്നറിയാമോ? നമ്മിൽ, റോമാലേഖനം 8-ാം അധ്യായം, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. ഈ ഗേറ്റ് പാസും പിടിച്ചുകൊണ്ട് നിൽക്കുക നമ്മൾ. രക്ഷയുടെ ഗേറ്റ് പാസും പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ ഗേറ്റ് പാസ്, ആമേൻ, എന്നുവരെ പിടിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വരവിന് ഇനി അധികം നാളൊന്നുമില്ല അല്ലേ? എത്രയും പെട്ടെന്ന് നമ്മുടെ ബാറ്റൺ കൈമാറാറായി. നമ്മുടെ ഈ ഗേറ്റ് പാസ്, ആമേൻ, കൊടുക്കാറായി. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് മധ്യാകാശത്ത് മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഹാൻസലിൻ്റെ ചോദ്യത്തോട് നീതി പുലർത്തിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതൊരു ബിഗ് ടോപ്പിക്കാണ്. 7 സഭകളോടെ പഠിച്ചാലേ ആ ജയിക്കുന്നവരെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ആ 7 സഭകൾക്കകത്ത് 5 സഭയോട് മാനസാന്തരപ്പെടണമെന്ന് പറയുന്നുണ്ട്, 2 പേരോട് പെടണ്ടെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഇനിയും ഇതിനകത്ത് 2 സഭകളെക്കുറിച്ച് ഇച്ചിരിയെങ്കിലും നന്മ പറയുന്നുണ്ട്. അതേത് സഭയാണെന്നറിയാമോ? 1-ാമത്തെ സഭ സ്മുർനായോട് പറയുന്നുണ്ട്, ആമേൻ, നിനക്ക് നീ ആ കഷ്ടതയിൽ കൂടെ പോകുന്ന, ഭയങ്കര കഷ്ടതയിൽ കൂടെ പോകുന്ന സഭയാണ്. പിന്നെ പറയുന്നത് ഫിലദൽഫിയ സഭയോടാണ്. അവരോട് പറയുന്നു, നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ലവോദിക്കയോടൊക്കെ പറയുന്ന എൻ്റെ പൊന്നെ കേൾക്കണം. സ്തോത്രം. തുപ്പിക്കളയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്നെ നിങ്ങൾ അടിച്ച് പുറത്താക്കി, ഞാനിപ്പോൾ പുറത്ത് നിൽക്കുക, നിങ്ങൾ സഭയാണെന്നും പറഞ്ഞ് അകത്തിരുന്ന് കൊട്ടിപ്പാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാനകത്തില്ലാതെ എന്ത് സഭ? കർത്താവിൻ്റെ സാന്നിധ്യം യെരുശലേം ദേവാലയത്തിലെ പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണ്? പെരുന്നാൾ നടക്കുന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത്, ദേവാലയത്തിലാണ് ഇറങ്ങേണ്ടത്. 50-ാം പെരുന്നാൾ നടക്കുക അവിടെ, പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുക 50-ാം ദിവസം. പക്ഷെ ഇറങ്ങിയത് എവിടാ? ആമേൻ, ആ കാത്തിരുന്നവരുടെ മധ്യത്തിലേക്കാണ്. കാത്തിരുന്നവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വരെ ഈ നഗരത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? ചലിക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം.
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴത്തേക്കിന് കർത്താവിൻ്റെ ദാസൻ എപ്പോഴും പ്രസംഗിക്കും, ആമേൻ, സംഘം എന്തായി തീർന്നു, ആമേൻ, ദിനം പ്രതി ആമേൻ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സ്തോത്രം. നമ്മളാരാ? സഭയാ. നവമി പറഞ്ഞ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുക. 1 കുളിക്കുക, 2 തൈലം പൂശുക, 3 വസ്ത്രമിടുക. വിശുദ്ധി 2 അഭിഷേകം, 3 റൈച്ചസ്നെസ് നീതിയുടെ വസ്ത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ആമേൻ പലപ്പോഴും ഇത് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആമേൻ നമുക്ക് ജീവൻ തന്ന കർത്താവിനെ ആമേൻ ധ്യാനിച്ചുകൊണ്ട് സ്തോത്രം നമുക്ക് ഈ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. കർത്താവ്